ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സ്റ്റഡീസൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നമ്മൾ വർക്കൗട്ടൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊന്നും വല്ലാതെ കഴിക്കണില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെ കഴിച്ച് പോവുകയാണ്. നമ്മൾ വല്ലാതെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ടൈമൊന്നും വേസ്റ്റ് ആക്കണില്ല. അധികം എഡ്യൂക്കേഷണൽ കണ്ടൻസ് ആണ് കാണുന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഡിമിനിഷിങ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കായ പോലെ തോന്നലില്ലേ? പിന്നെ എത്ര എഫേർട്ട് ഇട്ടാലും ഇതിന് തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ മേ ബി നമ്മൾ വിചാരിച്ച അത്ര ഉറക്കം നമുക്ക് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ജിമ്മിക്ക് പോകാൻ പറ്റിയില്ല, അപ്പോൾ അടുത്ത ദിവസം മുടങ്ങി, പിന്നെ അടുത്ത ദിവസം മുടങ്ങി, അങ്ങനെ സ്റ്റക്കായി പോയി. പിന്നെ അവിടുന്ന് ഒരു ഡൗൺവേർഡ് സ്പൈറലാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും നേടാൻ പറ്റുന്നില്ല. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും, പക്ഷെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യണം വിചാരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഗോൾ എഴുതും, നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് വെക്കും, പക്ഷെ നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജിമ്മ് തുടർന്ന് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരുന്ന ആ സംഭവം ആ ഫ്ലോ പോയി, നമ്മൾ പറ്റ മുടങ്ങി. നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി, ജങ്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമുക്ക് തന്നെ നമ്മളൊരു കൺട്രോൾ ഇല്ലാത്ത പോലെ. ഈ ഒരു സംഭവത്തിനാണ് ഈ ഒരു ഡൗൺവേർഡ് സ്പൈറൽ, ഈ കുടുങ്ങി കിടക്കുന്ന ഈ ട്രാപ്പ്, നമുക്ക് പുറത്തു വരാൻ വിചാരിച്ചിട്ടും കഴിയാതെ നമ്മൾ കുടുങ്ങി കിടക്കുന്ന ഈ ട്രാപ്പിനെ പറയുന്നതാണ് റെഡ്. നമ്മൾ എത്ര ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കിയാലും നമ്മൾ കൂടുതൽ എഫേർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. ഈ സംഭവത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കുറച്ച് ആക്ഷനബിൾ സ്റ്റെപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഈ റെട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3 മാസം മുമ്പ് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു, ഹെപ്പറ്റൈറ്റിസ്. ഏകദേശം ആ ഒരു ജനുവരി കഴിഞ്ഞ ഒരു ഫെബ്രുവരി ആയപ്പോഴാണ് തോന്നുന്നുണ്ട്. ഒരു മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഞാൻ അപ്പോൾ നല്ല പീക്കിൽ നിൽക്കുകയും എൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ നല്ല അത്യാവശ്യം ബോഡിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസിൽ നിൽക്കുകയും എൻഡ്യൂറൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഓടാൻ പോകുന്നുണ്ടായിരുന്നു, സ്ട്രെങ്ത്ത് എല്ലാം ഉണ്ടായിരുന്നു. ജിമ്മിലൊക്കെ എൻ്റെ എന്താ പറയുക, ഇത്രയും കാലത്തിൽ ആബ്സല്യൂട്ട് ബെസ്റ്റ് ഷേപ്പിലും ബെസ്റ്റ് പെർഫോമൻസിലും നിൽക്കുന്ന ടൈമായിരുന്നു. പിന്നെ ആ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ശേഷം, മഞ്ഞപ്പിത്തം ഉണ്ടാകൾക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഭയങ്കര ദഹിക്കാൻ കുറച്ച് പണിയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഫിഷ്, മീറ്റ്, ഓയിലുള്ള സംഭവങ്ങൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് മെയിനായിട്ട് പച്ചക്കറി, പിന്നെ പെട്ടെന്ന് ദഹിക്കുന്ന സംഭവങ്ങൾ, ചോറ്, ഇങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഗെയിംസൊക്കെ പോയി, മര്യാദക്ക് പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ല, വർക്കൗട്ടും ഇല്ല, മസിൽ ലോസ് ഒക്കെ സംഭവിച്ചു, മെലിഞ്ഞു, എൻഡ്യൂറൻസും സ്ട്രെങ്ത്തും ഒക്കെ പോയി. നമ്മൾ ഓടാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു VO2 മാക്സ് എന്ന സംഭവമുണ്ട്. അതേപോലെ നമുക്ക് നമ്മളെ ലാക്റ്റേറ്റ് ത്രഷോൾഡ്, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അതായത് കുറേ നേരം വർക്കൗട്ട് ചെയ്താലും നമ്മളെ ബ്രീത്ത് പോവില്ല. ബ്രീത്ത് എങ്ങനെ പറയാം, പെട്ടെന്ന് നമ്മൾ കിതക്കൂലേ. നമ്മൾ കുറേ കാലം വർക്കൗട്ട് ചെയ്യാതെ പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കിതക്കലുണ്ട്. പക്ഷേ ആ ഒരു സംഭവം കുറേ കാലം ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ കിതപ്പ് നല്ല രീതിയിൽ കുറച്ച് കൊടുന്നു ഓടാനൊക്കെ പോയി കണ്ടു. പിന്നീട് ഞാൻ തിരിച്ച് ജിമ്മിലേക്ക് പോയപ്പോൾ, പിന്നീട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഓടാനൊക്കെ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കുഴങ്ങുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ പീക്കിൽ നിൽക്കുന്ന ടൈമിൽ ഏകദേശം ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ 25, മറ്റു സൈഡിൽ 25, ബാർ 20 കിലോന്, അങ്ങനെ മൊത്തം ഒരു 70 കിലോനൊക്കെ ബെഞ്ച് പ്രസ് ചെയ്തിരുന്നു, 10-12 റെപ്പ്. പക്ഷേ പിന്നെ ഞാൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് 10 kg രണ്ട് സൈഡിലും ഇട്ടുകൊണ്ട് ബാർ 20, അങ്ങനെ മൊത്തം 40 kg ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, അത് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല, അത് ചെയ്യാൻ തന്നെ നല്ല മുക്കിയാണ്ടാണ് ചെയ്യുന്നത്. ഇതേ സംഭവമാണ് ഒരു റെട്ടിൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ഞാനിപ്പോൾ മഞ്ഞപ്പിത്തം കഴിഞ്ഞ് വന്നുകൊണ്ട് നേരെ ഞാൻ അന്ന് പൊക്കിയിരുന്ന അല്ലെങ്കിൽ അന്ന് ചെയ്തിരുന്ന 70 കിലോന് ബെഞ്ച് പ്രസ് ഇട്ടുകൊണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കഴിയുമോ? ഇല്ല. ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ അത് മേത്ത് കൂടെ വീഴും, എന്നിട്ട് കാറ്റ് പോവും, ഇതേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഞാൻ അന്ന് ഓടിയിരുന്ന പോലെ ഞാൻ 200 മീറ്റർ, 100 മീറ്ററൊക്കെ, 100 മീറ്റർ ഒരു 12 സെക്കൻഡ് കൊണ്ട്, 200 മീറ്റർ ഒരു 25 സെക്കൻഡ് കൊണ്ട് ഓടിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഓടാൻ പറ്റുമോ? അത്രയും. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ഞാൻ കുറച്ചൊരു 5 കിലോമീറ്റർ ഒരു 21 മിനിറ്റ് കൊണ്ടൊക്കെ ഓടി എത്തിയിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അതൊന്നും വലിയ ടൈമൊന്നല്ല, പക്ഷെ നമ്മളൊരു ഫിറ്റ്നസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ ഓടാൻ പറ്റുമോ? ആ ടൈമിൽ ഞാൻ ഓടാൻ നോക്കി കഴിഞ്ഞാൽ എന്താ ഒറ്റയടിക്ക് കിതച്ചുകാണ്ട് ക്ഷീണം വന്നുകൊണ്ട് തളരും, ശ്വാസം കിട്ടാതാവും. ഇതേ സംഭവമാണ് റെട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നേരെ പോയിക്കാണ്ട് 70 കിലോ ബെഞ്ച് പ്രസ് ചെയ്തിട്ടില്ല. നേരെ പോയിട്ട് ആ 100 മീറ്ററോ 200 മീറ്ററോ ആ ടൈമിൽ ഓടാൻ നോക്കിയില്ല. നേരെ പോയിട്ട് 5 കിലോമീറ്റർ ആ ടൈമിൽ ഓടാൻ നോക്കിയിട്ടില്ല. നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ റെട്ടിൽ കുടുങ്ങി കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ബാഡ് ഹാബിറ്റ്സിലേക്ക് ഫുൾ നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി സംഭവിക്കുന്ന അവിടെ മൊമെൻറ്റം ഫുള്ള് നിന്നുകയാണ്. അവിടെ ആക്ഷൻ എടുക്കാനുള്ളൊരു സംഭവം ഇല്ല, നമ്മൾ എടുക്കണില്ല, നമ്മളവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ഈഗോനെ ഡൗൺ ചെയ്യണം. നമ്മൾ ഈഗോ എങ്ങനെ ആയിരിക്കും? നമുക്ക് ഓൾറെഡി കുറേ നേരം പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, 8-10 മണിക്കൂർ പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്നിരുന്നു, 2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്നു, നല്ല അടിപൊളിയായിട്ട് നല്ല ഹെവി വെയിറ്റ് എടുത്തിരുന്നു, ഡയറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഹെൽത്തി ഫുഡായിരുന്നു കഴിച്ചിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ
നമ്മൾ സ്ക്രോളിങ് കാര്യങ്ങളൊന്നുമില്ല, അധികം എഡ്യൂക്കേഷണൽ വീഡിയോസാണ് കണ്ടിരുന്നത്. പോഡ്കാസ്റ്റുകളൊക്കെ ഭയങ്കര ഹവർ ലെങ്ത് ഉള്ള പോഡ്കാസ്റ്റുകൾ കണ്ടിരുന്നു. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കൂടുതലായിരുന്നു, നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി വളരെ കൂടുതലായിരുന്നു, മെൻ്റൽ ക്ലാരിറ്റി കൂടുതലായിരുന്നു. ഇതൊക്കെ ഉണ്ട് വിചാരിച്ചോ. പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം, യെസ് നമ്മൾ കുറച്ച് ഡിമിനിഷ് ചെയ്യണം, നമ്മളെ ലെവൽ കുറച്ച് ബാക്കിലേക്ക് പോയിക്കണം. കാരണം എന്താ വെച്ചാൽ ലൈഫ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അതൊരു സൈക്കിൾ മാതിരിയാണ്. ചിലപ്പോൾ നമ്മൾ പീക്കിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിരിക്കും, പീക്കിലായിരിക്കും ഡൗൺ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ അഡ്വാൻറ്റേജിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നറിയോ? ഇങ്ങനെ ഒരു സിറ്റുവേഷന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മളെപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ കോപ്പിംഗ് മെക്കാനിസം കാരണമാണ്. നമ്മൾ ബാഡ് ഹാബിറ്റ്സിനെ ന്യായീകരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ന് ഒരു 6 മണിക്കൂർ പഠിക്കാൻ പ്ലാൻ ഇട്ടെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയാണ്, ഇന്ന് പഠിക്കണ്ടടാ, ഇന്ന് നമുക്ക് മൂഡില്ല, ഇന്ന് എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ മൂഡില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി മനസ്സിലാവില്ല. ഇന്ന് എന്ത് ചെയ്തു, രാവിലെ എന്തെങ്കിലും യൂട്യൂബ് എന്തെങ്കിലും കണ്ടോ, എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നാളെ പഠിക്കാം എന്നുള്ളൊരു തോട്ടിങ്ങനെ വരും. ഒരു മോശം രീതിയിൽ പറയില്ല, ഞാൻ പഠിക്കാതൊക്കെയാണ്, ഞാൻ ഡിസിപ്ലിൻഡാണ്, ഞാൻ ലേസി ആണെന്ന് പറയില്ല. അതിന് പകരം എങ്ങനെ പറഞ്ഞു തരും, എടാ ഇപ്പോൾ പഠിക്കേണ്ടതാ, ഇപ്പോൾ വെറുതെ എഫേർട്ട് ഇടണ്ട, അത് പ്രൊഡക്റ്റീവ് ആവില്ല, എങ്ങനെ ആയാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നുള്ള രീതി പറയും. അല്ലെങ്കിൽ നമ്മൾ ജിമ്മൊക്കെ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നല്ലൊരു ഹൈപ്പിലല്ല നിൽക്കുന്നത്, നല്ല ഫീലിംഗില്ല. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ എന്താവില്ല, അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നാളെ വർക്കൗട്ട് ചെയ്യുക, ഇന്ന് സ്കിപ്പ് ചെയ്തളാം, ഇന്ന് റെസ്റ്റ് എടുത്തളാം എന്നുള്ള ചെറിയൊരു ചിന്ത. നമുക്ക് തന്നെ അത് ബാഡായിക്കാണ്ട് നമ്മുടെ മനസ്സിൽ തോന്നില്ല. ഒരു കോപ്പ് ചെയ്യുന്ന രീതിയിൽ, ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യും, അതിനെ വളച്ചൊടിച്ചാണ് നമുക്ക് പറഞ്ഞു തരും. അതായത് അതെന്താ സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന് 2 സൈഡ് ഉണ്ട്. ഫിസിക്കലി അല്ലാണ്ട് പറയണത്, സൈക്കോളജിക്കലി 2 സൈഡ് ഉണ്ട്. ഒന്ന് നമുക്ക് എതിരെ പ്രവർത്തിക്കുന്നുണ്ട്, ഒന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നതും. നമ്മൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രൈമറ്റീവ് പാർട്ട്, അല്ലെങ്കിൽ കംഫർട്ട്, സർവൈവൽ, ഇതൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന, പ്ലഷറൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന, ബേസിക്കലി സർവൈവലിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ബ്രെയിൻ്റെ ഭാഗം, ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഭാഗം, അത് നമ്മളോട് റിസ്ക് എടുക്കേണ്ടെന്ന്, അതുപോലെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, അത് നമ്മളെ സർവൈവലിന് ത്രെറ്റൻ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ ചീപ്പ് ഡോപ്പമീനിലൊക്കെ ഇൻവോൾവ് ആവാൻ പറയുന്ന ഭാഗം. എന്തിനാ വെച്ചാൽ, കാരണം നമുക്ക് അതൊന്നും അന്ന് അബണ്ടൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് എന്തെങ്കിലും ഡോപ്പമീന് പെട്ടെന്ന് കിട്ടുമ്പോൾ, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, തേന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡ് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, ഫുഡൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബ്രെയിൻ അങ്ങനെ സിഗ്നൽ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഓവർ ആയിക്കാണ്ട് ഉണ്ടാകൊണ്ട് തന്നെ നമ്മൾ ഫുൾ അതിലേക്ക് വീണ് പോവാണ്, ചീപ്പ് ഡോപ്പമീനിക്ക്. അതുപോലെ തന്നെ നമ്മളെ ന്യൂ പാർട്ട് ഓഫ് ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൻ്റെ PFC, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മളെ ലോജിക്കൽ കാര്യങ്ങൾ, അതുപോലെ നമ്മളെ ഗോൾസുകൾ പെർസ്യൂ ചെയ്യാൻ, നമ്മളിങ്ങനെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ പ്രൈമറ്റീവ് ഭാഗം അല്ലെങ്കിൽ അമിഗ്ഡല, ഈ ഒരു ഭാഗമാണ് നമ്മളോട് പറയുന്നത്, എടാ ഒന്ന് സ്കിപ്പ് ചെയ്തോളാ, വലിയ പ്രശ്നമൊന്നുമില്ല, മെല്ലെ എന്ത് ചെയ്യുക, നമുക്ക് ഇത് കാണാം, നമുക്ക് ആ ഒരു സിനിമ കാണാം, എന്നൊന്ന് റിലാക്സ് ചെയ്തോ, ഈ ബേൺ ഔട്ട് ആവുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞാൽ നമ്മളെ പതുക്കെ ഇങ്ങനെ മയക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്താവണം, ഈ ഒരു സംഭവങ്ങൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെ നമ്മളെ ബ്രെയിന് പറയുമ്പോൾ, ഞാൻ 100% നമ്മൾ ഫുള്ള് പെർഫെക്ഷൻ ആയി നിൽക്കുന്നല്ല പറയണത്, പക്ഷെ എന്നാലും ഈ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എന്താവണം, വിജിലൻ്റ് ആവണം. ഇവിടെ നിന്നാണ് ആ റെട്ട് തുടങ്ങുന്നത്. ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിന് എതിരായിട്ട് നോ പറ്റൂല, എനിക്കിന്ന് ജിമ്മിൽ പോകണം, പറ്റൂല, എനിക്കിന്ന് പഠിക്കണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്സാവാൻ പറ്റൂല, ഇന്ന് പഠിക്കാൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെതിരെ പ്രവർത്തിക്കണം. അതൊരു സംഭവം. നിങ്ങൾ ഓൾറെഡി ഇതിൽ പെട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു റെട്ടിൽ കുടുങ്ങി നിൽക്കുകയാണ്, ഫുള്ള് സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നെഗറ്റീവ് തോട്ട്സുകൾ മാത്രമേ ഉള്ളൂ, വേറെ എവിടേക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല, ആക്ഷൻ എടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആക്ഷനബിൾ സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം, നിങ്ങളൊരു ടു ഡു ലിസ്റ്റ്, ഒരു കലണ്ടർ ഉണ്ടാക്കുക. നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു കലണ്ടർ ഉണ്ടാക്കുക. അത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടാനാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ബ്രെയിൻ നമ്മളെ കൊണ്ട് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് നമ്മൾ സ്ലാക്ക് ഓഫ് ചെയ്യണത്. ഒരു 5 മണിക്ക് എണീറ്റ് പഠിക്കാളിന് 5 മണിക്ക് എണീക്കണ്ടറാ, കുറച്ചുകൂടി ഉറങ്ങിക്കോ. ഇപ്പോൾ അലാറം ഓഫാക്കാൻ പറയണത്, കുറച്ചുകൂടി ഉറങ്ങിക്കോ, ഉറക്കം വേണം എന്നൊക്കെയുള്ള രീതിയിൽ. അല്ലാണ്ടെങ്കിൽ ഇന്ന് ജിമ്മ് സ്കിപ്പ് ചെയ്തോ, കുറച്ചൊരു ജങ്ക് ഫുഡ് കഴിച്ചെടുത്ത് പ്രശ്നമൊന്നുമില്ല, നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ ഒരു ലിസ്റ്റിലുള്ള സംഭവങ്ങൾ തെറ്റിച്ചുകൊണ്ട് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻ്റ് ആവുന്ന ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ കാണാണ് നമ്മൾ സ്ലാക്ക് ഓഫ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, ആ ഹാബിറ്റ് മെല്ലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റിൻ്റെ ഒരു ചെറിയ വേർഷൻ, സിംപ്ലസ്റ്റ് വേർഷൻ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഞാൻ എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം, അതാണ് നിങ്ങളുടെ ടാസ്ക്, അതാണ് നിങ്ങൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ എന്നാൽ ഹോംവർക്ക് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഹോംവർക്ക് ചെയ്യണ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത് വെക്കാം, അതിൻ്റെ അടുത്ത് അതിനുള്ള പെന്നും കാൽക്കുലേറ്ററൊക്കെ വെക്കാം, ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് കുറച്ച് നേരം ഇരിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള രീതിയിൽ. നിങ്ങൾ ജിമ്മിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ടാണ് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഹാർഡ് വർക്കൗട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നതിന് പകരം ഓക്കെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ റെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ ഇന്ന് ഞാൻ വലിയൊരു 1.5 മണിക്കൂർ വർക്കൗട്ടൊന്നും ചെയ്യില്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, വണ്ടി എടുത്തിട്ട് ജിമ്മിൽ പോകും, അല്ലെങ്കിൽ നടന്നിട്ട് ജിമ്മിൽ പോകും, എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും, ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ, ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പണിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു ബുക്ക് വായിക്കണം എന്ന് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു, നോൺ ഫിക്ഷൻ, അപ്പോൾ അത് വായിക്കാൻ നമുക്ക് മൂടില്ല, എന്നാൽ ഓക്കെ ഞാൻ വായിക്കുന്നില്ല, ഞാൻ അതൊന്ന് തുറന്നു വെക്കാം, അതിന് വലിയ പണിയില്ലല്ലോ, ഇല്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല എനർജി വേണം, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനർജി വേണ്ട, അത്ര എനർജി വേണ്ട. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഈ ഒരു തുടങ്ങുന്ന സ്ഥലത്ത്, ഈ ഒരു ഹാബിറ്റ് തുടങ്ങുന്ന സ്ഥലത്തായിരിക്കും ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക, പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ ജിമ്മിൽ പോയി ആ ഒരു വാമ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താവും, വർക്കൗട്ട് ചെയ്യാനുള്ള മൂഡ് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, കലണ്ടർ ഉണ്ടാക്കി, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പറ്റ റട്ടിൽ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറോ, ടു ഡു ലിസ്റ്റ് ഭയങ്കരമായിട്ട് ചെറുതാക്കുക. ഇതെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ലെവൽ കുറഞ്ഞിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ റട്ടിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ റട്ടിൽ പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ കുറഞ്ഞിക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം 70 കിലോന് ബെഞ്ച് പ്രസ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ 70 കിലോ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മഞ്ഞപ്പിത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റുന്നുള്ളൂ, 40 പറ്റുന്നുള്ളൂ, 40 30 40 ചെയ്യാൻ പണിയാണ്, ആ ലെവലിലേക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഞാൻ ചെറിയ ലെവലിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് പ്രോഗ്രസീവ്ലി ഓവർലോഡ് ചെയ്യണം. ഓരോരോ ആഴ്ച കഴിയുമ്പോൾ 2.5 kg 5 kg ഒക്കെ വെച്ചാണ്ട് പതുക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം, റൈറ്റ്. അപ്പോൾ അതേ സംഭവമാണ് റട്ടിലും. നമ്മൾ ആദ്യം 12 മണിക്കൂർ പഠിച്ചിരുന്നു, ആദ്യം ഒരു ബുക്കൊക്കെ നല്ലോണം വായിച്ചിരുന്നു, 10-12 പേജൊക്കെ ഒരു ദിവസം വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ റട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലാവില്ല, ഇപ്പോൾ നമ്മളുള്ളത് കുറച്ചൊരു ബിഗിനർ ലെവൽ കഴിക്കും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങാം. അപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യുക, നാളെ ഒരൊറ്റ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും എന്നുള്ളത് നോക്കുക. നിങ്ങൾ സാറ്റിസ്ഫൈ ആവും ആ ഒറ്റ കാര്യം ചെയ്താലും. ആ ഒരു ഒറ്റ കാര്യം മാത്രം ടു ഡു ലിസ്റ്റിൽ വെക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അതിൻ്റെ ചെറിയ വേർഷൻ പെർഫോം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യുക, ജിമ്മിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾക്കിപ്പോൾ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ വേർഷൻ ഒരു 10 മിനിറ്റ് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരും, ഒരു 5 മിനിറ്റ് ഞാൻ നടന്നു വരും. അല്ലെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ഒറ്റ ഹാബിറ്റ്, ഒറ്റ ഒരു സംഭവം മാത്രം വെക്കുക. ഇത് ടിക്കിടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, ഇത് ചെയ്യാൻ പണിയില്ലല്ലോ, ഇത് സിമ്പിളല്ലേ, ഒരു 5 മിനിറ്റ് പഠിക്കുക. 5 മിനിറ്റ് ഒക്കെ സിമ്പിൾ, പെട്ടെന്ന് കഴിയും അല്ലേ എന്ന് നമ്മൾ തന്നെ പറയും. അപ്പോൾ നമ്മളത് ചെയ്യും. ഇവിടെ നമ്മൾ പിക്ക് ചെയ്യേണ്ട ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്ന ഹാബിറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജിമ്മിക്ക് പോകുന്നുണ്ട്, പക്ഷേ പഠിക്കുന്ന കേസിലാണ് നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ജിമ്മിക്ക് പോകുന്നുണ്ട്, നമ്മൾ റീഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിങ്ങനെ പിന്നെ അറിഞ്ഞ് മാറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ തന്നെ ഞാൻ നാളെ വർക്കൗട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏത് ഹാബിറ്റിലാണോ സ്ലാക്ക് ഓഫ് ചെയ്യുന്നത് അത്. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയാം, ഞാനിത് നാളെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ഒരു സക്സസ്ഫുൾ ദിവസമാണ്. ഞാൻ വേറെ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല, വേറെ ഫുൾ അൺപ്രൊഡക്റ്റീവായി നിന്നാലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഇത്രയും ദിവസം ഒന്നും ചെയ്യാതൊക്കെ നമ്മൾ റെട്ടില്ലേനു, നാളെ 5 മിനിറ്റെങ്കിലും ചെയ്യുന്നുണ്ട്, 10 മിനിറ്റെങ്കിലും ചെയ്യുന്നുണ്ട്, സോ ഇറ്റ്സ് എ സക്സസ്ഫുൾ ഡേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളോട് തന്നെ പറയാം. നൗ ഈ റെട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, അവിടെ മൊമെൻറ്റം നിന്നു, ആക്ഷൻ നിന്നു. അപ്പം ഇനി നമുക്ക് ആക്ഷൻ തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ നിങ്ങൾ ആ ഹാബിറ്റ് ചെയ്തു, ആ സിമ്പിൾ ഹാബിറ്റ്, ആ ഒറ്റ ഗോളുള്ള അത് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സ്വന്തം സെൽഫിന് ഒരു റിവാർഡ് കൊടുക്കുക. ഒന്ന് പറയാം, ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക, ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്കൊരു റിവാർഡ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഫുഡ്, അങ്ങനെ എന്തെങ്കിലും ഡോപ്പമിൻ കിട്ടുന്ന, ആ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യാത്ത ചീത്ത ഡോപ്പമിൻ അല്ല, നല്ല ഡോപ്പമിൻ എന്തെങ്കിലും. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു നല്ല ഹൈ പ്രോട്ടീൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, നമ്മുടെ സ്വന്തം സെൽഫിന് സെർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസിക്കൊക്കെ കേൾക്കുക, ഇങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സംഭവം കൊടുക്കാം. ഒന്ന് പ്രകൃതി എൻജോയ് ചെയ്യുക, എന്തെങ്കിലും ഒരു സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ചെറിയ ഗോൾ ബോക്സ് ടിക്ക് ചെയ്യുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒറ്റ ഗോൾ എന്നുള്ളത്, അത് ടിക്ക് ചെയ്യുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റിവാർഡ് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു റിപ്പിൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. റിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നത്, പതുക്കെ നമ്മൾ സ്ലാക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പതുക്കെ കുറഞ്ഞ് ലാസ്റ്റ് നമ്മൾ റെക്റ്റിലെത്തി. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്,
ചെറിയ 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 സംഭവങ്ങൾ പതുക്കെ പതുക്കെ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം പറഞ്ഞാണ്ട് ഇങ്ങനെ തുടങ്ങിയാണ്ട് നമ്മളൊരു അപ്വേർഡ് സ്പൈറൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനാണ് ഞാൻ റിവാർഡ് കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് രീതിയിലും റിവാർഡ് കൊടുക്കാം. ആ ഗോൾ അച്ചീവ് ചെയ്യണതന്നെ ഒരു റിവാർഡാണ് നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ. അതിന് പുറമെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫുഡ് ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, ആ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു സംഭവം, ഈ റട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്താണ്, പിന്നെ നമ്മൾ പെർഫോമൻസ് ആകെ ഡ്രോപ്പ് ആവുന്നത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. ടു ബി ഓണസ്റ്റ് എൻ്റെ ലൈഫിലൊക്കെ ഉള്ളതാണ്, എല്ലാ വലിയ ആൾക്കാരൊക്കെ ലൈഫിലുണ്ടാവും. പക്ഷെ എത്ര പെട്ടെന്ന് നമുക്ക് ഇതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, എത്ര പെട്ടെന്ന് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ കഴിവ്. അപ്പോൾ ഫസ്റ്റത്തെ വട്ടം നിങ്ങളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ആഴ്ചക്ക് എടുക്കും ഇതിന് എസ്കേപ്പ് ആവാൻ. പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, നിങ്ങളെ ബ്രെയിൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആ ഒരു സംഭവമാണ്, റെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ അപ്പോൾ ആ ഹാബിറ്റിൻ്റെ സിമ്പിൾ ഫോമുകൾ പെർഫോം ചെയ്യാൻ തുടങ്ങുക, പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് നമ്മൾ ഈഗോ നമ്മൾ ഡൗൺ ചെയ്യണം. നമ്മളെന്താണ് ആ ലെവലിലേക്ക് ആയിരുന്നു, ഓക്കെ സമ്മതിച്ചു, പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് സ്ലാക്ക് ഓഫ് ചെയ്തിരിക്കണം, ഒന്ന് ബിഗിനർ സ്റ്റേജിലേക്ക് വീണ്ടും ചാടിക്കണം. അപ്പോൾ ഇവിടുന്ന് നേരെ ആ ലെവലിലേക്കുള്ള ആക്ടിവിറ്റീസ് തന്നെ പെർഫോം ചെയ്യാതെ ഈ ഡൗൺ ലെവലിൽ നിന്ന് പതുക്കെ പതുക്കെ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്വാർഡ് സ്പൈറലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ ഹാബിറ്റ് തുടങ്ങി, ഒരു 5 മിനിറ്റ് പഠിച്ചു, ഒരു 10 മിനിറ്റ് പഠിച്ചു, എന്നിട്ട് നിങ്ങൾ ആ ബോക്സ് ടിക്ക് ചെയ്തു, നിങ്ങൾക്കൊരു റിവാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ എന്താവും, ഓക്കെ ദാറ്റ് ഈസ് ഗുഡ്. നിങ്ങളെ ബ്രെയിൻ ഇങ്ങനെ ഐ ഗോട്ട് ദ റിവാർഡ്, നിങ്ങൾക്ക് റിവാർഡ് കിട്ടി, അപ്പോൾ ഇതൊരു നല്ല സംഭവമാണ്, ഇതൊന്നുകൂടി ചെയ്യുക, ലെറ്റ്സ് റിപ്പീറ്റ്. വേറൊരു ഹാബിറ്റ് കൂടി ചെയ്തു, നിങ്ങൾ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോ കൂടി കണ്ടു, നിങ്ങൾ ചെറിയൊരു വർക്കൗട്ടൊക്കെ ചെയ്തു. ഇതേ രീതിയിൽ എന്താവും, പിന്നെ ഒരു വിൻ ആൻഡ് വിന്ന് അങ്ങനെ ഇങ്ങനെ സ്പൈറലായി കണ്ട് എന്താവും, ഓരോന്ന് നിങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങും. പതുക്കെ നിങ്ങൾ ലൈഫും പിന്നെയും മോൾക്ക് തന്നെ പോകാൻ തുടങ്ങും. ഇത് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ആ ഒരു നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത് ഏറ്റവും സുഖമായിട്ടുള്ള വഴി ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആ ഒരു ടാസ്ക് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ചെയ്യാൻ ഫ്രിക്ഷൻ ഒന്നുമില്ല. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് തന്നെ നമുക്കൊരു വിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ദിവസം എന്താണ് നല്ല രീതിയിലാക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. ഇനി വേണമെങ്കിൽ ഞാനൊരു ആക്ഷനബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംഭവം നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു പെന്നും ഒരു ബുക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു പെന്നും ഒരു ബുക്ക് കൊടുക്കുക, ഞാൻ പറഞ്ഞല്ലോ. ലെറ്റ് മീ ടേക്ക് എ പെൻ ആൻഡ് ബുക്ക്. ഓക്കെ, ഞാൻ ബുക്ക് എടുത്തു, അതേപോലെ ഒരു പെന്നും എടുത്തു. നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കണം. എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ മുമ്പ് കാണണ്ട. എനിക്കിത് പ്രാക്ടിക്കലായിട്ട് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് ഒറ്റൊരു സെൻറ്റൻസ് മാത്രം, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. നിങ്ങൾക്ക് ഇന്ന് ഏതെങ്കിലും ഒരു സംഭവം, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, എന്തെങ്കിലും ഒരു നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടന്നിട്ടുണ്ടാവും. ആ ഒറ്റ സംഭവം ഇതാ, എന്തെങ്കിലും. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ മദർ for cooking me breakfast. I'm grateful for the person who created my watch so I can എനിക്ക് ആ ടൈം കാണാൻ പറ്റും. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പേഴ്സൺ ഹൂ മെയ്ഡ് ദിസ് ബുക്ക്. എനിക്കിതൊരു ജേർണലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പാരൻസ് ഫോർ ബൈയിങ് മീ ക്ലോത്ത്സ്. എനിക്ക് എൻ്റെ പാരൻസ് ക്ലോത്ത്സ് വാങ്ങി തന്നുകൊണ്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ഞാൻ അവരോട് താങ്ക്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെന്താണ് ഒരു സംഭവം ഞാൻ എഴുതി. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണെന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അത് ജസ്റ്റ് ഒന്ന് എഴുതി. ഐ ഹോപ്പ് നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കണം. നൗ ജസ്റ്റ് സ്മൈൽ ആൻഡ് സേ ഐ ആം പ്രൗഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പാരൻസ് ഫോർ ബൈയിങ് മീ ക്ലോത്ത്. എന്താണോ നിങ്ങൾ എഴുതിയത് അത് വായിക്കുക. ജസ്റ്റ് സ്മൈൽ യുവർ സെൽഫ് ആൻഡ് ബി ഹാപ്പി ബൈ യുവർ സെൽഫ്. ജസ്റ്റ് ഫോഴ്സ് എ സ്മൈൽ ലൈക്ക് ദിസ്. ഒരു ഓട്ടോമാറ്റിക് ഒരു ഹാപ്പിനെസ്, ചെറിയൊരു മൂഡിൽ ചെറിയൊരു മാറ്റം വന്നില്ലേ. ഞാനൊരു സംഭവം ചെയ്തു, നിങ്ങൾ ബുക്ക് എടുത്തു, ഒരു പെണ്ണെടുത്തു, എന്നിട്ട് നിങ്ങളൊരു ഇന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള സംഭവം ചെയ്തു, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ തന്നെ ഒരു എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു റിവാർഡ് കൊടുക്കുക. എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഞാൻ ഇന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള സംഭവം ചെയ്തു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്തു. ഈവൻ ഞാൻ റെട്ടിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് എനർജി വരുന്നില്ലേ. ഇത്രയുള്ള സംഭവം നമുക്ക് ഹാപ്പിനെസ് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇതിനാകെ എത്ര ടൈം എടുക്കണുള്ളൂ, 1-2 ആഴ്ച നമ്മൾ ഈ ചെറുതായിരിക്കും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പഴയ ലെവലിലേക്ക് തന്നെ എത്താൻ പറ്റും. വീണ്ടും നമുക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റും. എന്നിട്ട് ഓർക്കുക, നമ്മളെപ്പോഴും റെട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ബ്രെയിൻ ഇങ്ങനെ കോപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക, പെട്ടെന്ന് അതിന് എസ്കേപ്പ് ചെയ്യുക. നിങ്ങളതിക്ക് പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്മോളായിട്ട്
സ്റ്റാർട്ട് ചെയ്യുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. എല്ലാ ഹാബിറ്റിൻ്റെയും ഏറ്റവും ചെറിയ വേർഷനായിട്ട് അതിന് തുടങ്ങാം. നമ്മൾ ഈഗോനെ ഡൗൺ ചെയ്തിട്ട് അതിന് തുടങ്ങാം. ദിസ് ഈസ് ദ ഓൺലി വേ ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് വേ. 100% റിസൾട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും രക്ഷപ്പെടുന്നത്. ഇപ്പം എനിക്ക് ചില ദിവസം കണ്ടൻറ്റ് എടുക്കാനേ പറ്റാതെ ആവലുണ്ട്. അതായത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇട്ടാൽ മതി. പക്ഷേ ഇങ്ങനെ പോകണ ചില ദിവസം എൻ്റെ ബ്രെയിനും ഇതുപോലെ പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം ഞാൻ എങ്ങനെ വിചാരിച്ചിട്ട് നടക്കണില്ല. ഞാൻ ഫുള്ള് ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ ഇരിക്കുക. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാത്ത ആൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു മിനിറ്റ് 1.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇട്ടു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും ചെറിയൊരു വേർഷൻ എന്ത് ചെയ്തു, സിമ്പിളായിട്ടാണ് ഇട്ടു. സ്റ്റിൽ ഐ മെയ്ഡ് ദ പ്രോഗ്രസ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തന്നെ റിവാർഡ് കൊടുത്തു. ഞാൻ ഇത് ചെയ്തല്ലോ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ദിവസമായിട്ടും അത് വീഡിയോ എടുത്തിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു റിവാർഡ് കൊടുത്തു. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളും ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.